കണ്ണൂർ ഇരിക്കൂർ റൂട്ടിലെ ഒരേയൊരു രാജാവ് തമ്പുരാൻ. ആ റൂട്ടിലോടുന്ന ഏക ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കേട്ടോ. ആദ്യത് ശ്രീദീപം ആയിരുന്നു, പിന്നെ നെല്ലൂരായി, അവസാനം തമ്പുരാനായി. ഗ്ലാസും കണ്ട ദ ലെജൻഡ് ഈസ് റീബോൺ. ശരിക്കും ഒരു ലെജൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കണ്ണൂർ ഇരിക്കൂർ ബ്ലാത്തൂർ പയ്യാവൂർ റൂട്ടിലായി ബസ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആ എഴുത്തന്നെ ഉണ്ടോ തമ്പുരാൻ LED-യിലുള്ളത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇന്ന് തൊഴിലാളികളായിട്ടുള്ളത് ഡ്രൈവറായിട്ട് ഹാഷിമും കണ്ടക്ടറായിട്ട് ഇസ്മായിലും ക്ലീനറായിട്ട് രാജേഷ് ചേട്ടനുമാണ്. ഇസ്മായിൽ നമ്മൾ സ്നേഹത്തോടെ ഇച്ചായി പച്ച എന്നൊക്കെ വിളിക്കും. പണ്ട് മുതലേ ഉള്ള പരിചയം കേട്ടോ. ഇതിൽ ഡ്രൈവർ ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സുജീനെ പോലെ കണ്ടക്ടർ കം ഡ്രൈവറാണ്. ഇതാണ് രാജേഷേട്ടൻ. രാജേഷേട്ടൻ നമ്മൾ സ്നേഹത്തോടെ രാജാക്കണ്ണ എന്ന് വിളിക്കും. ആ ബസ്സിൻ്റെ വ്യൂ കണ്ടോ, ബസ് സ്റ്റാൻഡിലുള്ള എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ ഇച്ചായി ആഷിമിനെ വിളിച്ചു. ആഷിമ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബസ് ട്രാക്കിലോട്ട് എടുത്ത് വെക്കണം. അങ്ങനെ ഓടിപ്പിടിച്ച് ആഷിമ് വന്നു. ലൈറ്റൊക്കെ തെളിയിച്ചുകൊണ്ട് വരുന്ന വരത്ത് നോക്കിയേ. തമ്പുരാൻ്റെ ആ ഒരു വ്യൂ നോക്കും മക്കളെ ബസ് സ്റ്റാൻഡിൽ നിന്ന്. എന്താല്ലേ ആ ഒരു നീലാകാശവും ആ ചുവന്ന പട്ടെടുത്ത പോലത്തെ തമ്പുരാൻ്റെ പോക്കും. അങ്ങനെ ആശിമ എല്ലാം വണ്ടി എടുത്ത് ട്രാക്കിലേക്ക് വെക്കുന്നുണ്ട്. ഇച്ചായി ഒരു പൊളി മനുഷ്യനാണ് കേട്ടോ. ഇച്ചായിനെക്കുറിച്ച് പറയാൻ കുറേ കഥകളുണ്ട്. ഇച്ചായി കുറേ കാലം ഗൾഫിലെല്ലാം ഉണ്ടായിരുന്നു. അത് എൻ്റെ ബസ് ഫീൽഡിലേക്ക് വന്ന് എന്നിട്ട് KSRTC പോയി. KSRTCയിൽ പണി പറ്റുന്നില്ല, എനിക്ക് പ്രൈവറ്റ് ബസ് മതിയേന്നും പറഞ്ഞ് KSRTC ഒഴിവാക്കിയിട്ട് വീണ്ടും വന്നതാണ്. അതുപോലെ ഹജ്ജ് സീസണിൽ അവിടെ പോയി ഡ്രൈവറായിട്ട് ബസ് എടുക്കാൻ പോയി. എന്നിട്ട് ആടെ തന്നെ ഇരിക്കൂറും ബ്ലാത്തൂരും പയ്യാവൂർ റൂട്ടിലെല്ലാം വിളിച്ച് വീഡിയോ എല്ലാം വൈറലാക്കിയ വ്യക്തിയാണ് ഇച്ചായി. അങ്ങനെ ബസ് അവിടെ വെക്കുന്നുണ്ട്, ലൈറ്റൊക്കെ തെളിയിച്ച് മിന്നിച്ചുകൊണ്ട്. അങ്ങനെ ഹാഷിമ് പതിയെ പുറത്തോട്ടിറങ്ങി. ഇനി കുറച്ച് ആളൊക്കെ വിളിച്ച് ആക്കണം. അങ്ങനെ ഹാഷിം ഇറങ്ങി വന്നു. അപ്പോഴാണ് നമ്മളെ സുഹൃത്തുക്കളായ കുറേ ആൾക്കാരെ അവിടെ കിട്ടിയത്. ഇൻറ്റീരിയർ ലൈറ്റൊക്കെ നോക്കിയാൽ പൊളിയല്ലേ. രാജേട്ടനാണെങ്കിൽ പെങ്ങളെയും കിട്ടി കഥ പറയും. എൻ്റെ വെറുതെ എന്നോട് പറയാം എൻ്റെ പെങ്ങളാന്ന് പറയായിരുന്നു, എല്ലാം തെറ്റിദ്ധരിക്കണ്ടാന്ന്. അല്ലെങ്കിൽ നമ്മളെന്നാ തെറ്റിദ്ധരിക്കുക. രാജേട്ടൻ്റെ കഥ. സുജിയും ഇച്ചായിയും കാർത്തിയും ഒക്കെയുണ്ട്. അങ്ങനെ ഗണേശേട്ടന് പൈസ തന്നാണ്ട് ഇച്ചായി കുറച്ച് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയി. ഗണേശേട്ടൻ ആരാമൻ കൊടുത്തിട്ടില്ല. അങ്ങനെ വൈകുന്നേരമായി. രാത്രി മാധവൊക്കെ ഹോൾട്ട് ചെയ്ത് വരുമ്പം തമ്പുരാൻ പയ്യാവൂരേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.